കോഴിക്കോട് ഫറോക്കിൽ 15-കാരിയെ സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചു. സമപ്രായക്കാരായ 2 സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന 11-കാരൻ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതി. കേട്ടില്ലേ? കോഴിക്കോട് 10ാം ക്ലാസ്സിൽ പഠിക്കണ 15-കാരിയെ 14-13 വയസ്സുള്ള സുഹൃത്തുക്കൾ കൂടി പീഡിപ്പിച്ചതും പോരാ, ഒരു 11-കാരനുണ്ടോ, 11-കാരന് അത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പെണ്ണും ഒപ്പം ഇരുന്ന എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വായിട്ട് അലക്കണ പുരോഗമനക്കാരില്ലേ, ഇന്ന് തുറന്ന് കണ്ടോളൂ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ 15, 13, 14, 11 വയസ്സുള്ള ഇവറ്റകൾക്കൊക്കെ എവിടുന്ന് ഇങ്ങനത്തെ മൈൻഡ്, ഇത്രയും ചീപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാൻ എവിടുന്ന്, എങ്ങനെ ഇവർക്ക് പ്രേരണം, എവിടുന്ന് ഇതിന്റെ സോയ്സ് കിട്ടണോ? ഇതൊന്നും പറയണില്ല. പറഞ്ഞാൽ എന്താ അറിയോ, 14ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറാൻ പറയും. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ഛർദ്ദിക്കുന്നവരോട് നിങ്ങളാകുന്ന പുരോഗമനക്കാരുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് ഈ വാർത്ത തന്നെ ധാരാളം. എല്ലാവരും നിങ്ങൾ ഫ്രീ മൈൻഡായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്ര വിഷമകരാണ്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഫ്രണ്ട്സുകൾ തന്നെ 13, 14 വയസ്സുള്ളവർ പീഡിപ്പിച്ചു എന്ന്. അത് 11 വയസ്സുള്ള ഒരാൾ ദൃശ്യങ്ങളായി പകർത്തിന്ന്. എവിടേക്ക്, എങ്ങനെ ഇവരുടെ മൈൻഡിക്ക് എങ്ങനെ ഇത്തരം ചീപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെ വരുന്നു? നിങ്ങൾ ചിന്തിക്കും. അറിവ് നുകരാൻ പോകുന്ന ഫ്യൂച്ചറും സ്വപ്നം കണ്ട് സ്വന്തം ഉമ്മയും ഉപ്പയും അതല്ലെങ്കിൽ അച്ഛനും അമ്മയും വിദ്യാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്ന സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ വളരെയധികം ഏറെ ദുഃഖകരം തന്നെയാണ്.